അതായത് ഒട്ടും കയ്പില്ലാതെ വിനിഗർ ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് പൂപ്പൽ വരാത്ത വെള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പച്ചെമ്പിൽ നല്ലവണ്ണം കഴുകിയെടുത്ത ഒരു 12 നാരങ്ങ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയുടെ കയ്പ്പെല്ലാം നല്ലവണ്ണം മാറിക്കിട്ടും. അതുപോലെ തന്നെ നാരങ്ങ തോടൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതായിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. നാരങ്ങ തണുത്തതിന് ശേഷവും നനവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് വെളിയിൽ വരും. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കണം. അച്ചാറിന് എപ്പോഴും കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കണമല്ലോ. അച്ചാറിന് എപ്പോഴും കല്ലുപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇത് കല്ലുപ്പാണ്. ഞാൻ കല്ലുപ്പ് എപ്പോഴും മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 24 hours വെക്കുകയാണെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. തോടൊക്കെ ഒന്നുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും വെക്കാനായിട്ട് നോക്കണം. ഇതിപ്പോൾ ഒരു രാത്രി മാത്രമേ മിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ചുകൂടി അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇളക്കുന്ന സമയത്ത് കുരുവൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും അച്ചാറിന് നല്ലെണ്ണയാണ് ടേസ്റ്റ്. അതുപോലെ അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോളം ഉലുവയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഉലുവാപ്പൊടിയല്ല ചേർക്കുന്നത്, ഉലുവയാണ് ചേർക്കുന്നത്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. 1 അരയോ കപ്പൊക്കെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് 1/2 കപ്പോളം പച്ചമുളകാണ്. പച്ചമുളക് ഇതിലേറെ ചേർക്കണം. വേറെ നമ്മൾ എരിവിനൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിന് പകരമായിട്ട് കാന്താരി ചേർക്കാവുന്നതാണ്. കാന്താരി ചേർക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഒന്ന് പകുതി മൂത്തതിന് ശേഷം കാന്താരി ചേർക്കുക. ഇനി ഇത് രണ്ടും കൂടി ഒരു 15-20 സെക്കൻഡ് നേരെ ഇളക്കിയതിന് ശേഷമാണ് ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചി തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞ് ചേർക്കേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് മുരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പിലയൂടെ ചേർക്കുക. വീണ്ടും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ എടുത്ത വെളുത്തുള്ളി എല്ലാം ഒന്ന് നടുകെ കീറിയതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ കൂടെ തന്നെ നന്നായിട്ടത് ഉൾഭാഗമൊക്കെ വെന്ത് വന്നോളൂ. ഇതിന് കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളക് കൂടെ ചേർക്കാം. വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുരു ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ചേർക്കുക. വറ്റൽമുളക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും വെള്ള അച്ചാറിന് കുറച്ചേറെയായിട്ട് വെളുത്തുള്ളി ചേർക്കും. ഇതാ പച്ചമുളക് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ കറിവേപ്പിലയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെ ഇളക്കിയെടുക്കണം. ഇതിലിപ്പോൾ വിനെഗർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കെട്ടുപോകാതെ ഇരിക്കണമെങ്കിൽ ഈ ഐറ്റംസൊക്കെ നല്ലവണ്ണം ഒന്ന് മുരിച്ച് തന്നെ എടുക്കണം. ഇതെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായം പൊടി ചേർക്കാനില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം കായക്കട്ട ആദ്യമേ നല്ലെണ്ണ ഒഴിച്ചില്ലേ, ആ സമയത്ത് നല്ലെണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് തണുത്തതിന് ശേഷം പൊടിച്ച് ചേർക്കുക. 1/2 സ്പൂണാണ് കായപ്പൊടി ചേർത്തത്. ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതിയാവും. ഇനി നാരങ്ങ ചേർക്കാം. നാരങ്ങ നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ ഡ്രൈ ആയ ഒരു പാത്രത്തിൽ ആ ജ്യൂസ് പിടിച്ച് വെക്കണം. അതുകൊണ്ടെങ്കിൽ ഈ സമയത്ത് ആ ജ്യൂസോടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല. ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്തത്. ശർക്കര ചേർക്കരുത്, ചേർക്കുവാണെങ്കിൽ പഞ്ചസാര ചേർക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിൽ തള വരാനായിട്ട് തുടങ്ങും. ഒരുപാട് തിളച്ച് അതിൻ്റെ ആ ജ്യൂസൊന്നും വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 3 ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ടേസ്റ്റോട് കൂടി ഒരു കുറുകിയ ചാറോട് കൂടി തന്നെ നല്ലൊരു അച്ചാർ റെഡിയാവുന്നത്. നാരങ്ങ ഒന്നുകൂടി സോഫ്റ്റ് ആവും. നല്ലവണ്ണം തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. എടുക്കുന്ന സ്പൂണെല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.